ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് പറഞ്ഞാൽ അവർക്ക് സൈഡ് സ്റ്റാൻഡ് ചെയ്സുമെന്ന് വെൽഡിങ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്ത് പിടിക്കണം. ജനറൽ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. പിന്നെ അതേപോലെ വാട്ടർ സർവീസ്, ക്രാഷ് ഗാർഡിൻ്റെ റേറ്റൊക്കെ നോക്കിയിട്ടൊന്ന് പറയണേസ് പറഞ്ഞിട്ടുണ്ട്. കാരണം മൊത്തം തുരുമ്പിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോറി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ പുതിയ ലൈനർ അടക്കണം, കമ്പനി ലൈനറാണ്. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറൊക്കെ പുതിയ ടയർ അടക്കണം, വലിയ പഴക്കമായിട്ടില്ല. വീൽ ബെയർക്ക് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നും ചേട്ടാ. അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ചെയ്താൽ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ചെയ്താൽ മതി. ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്, ചെറിയൊരു ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്ത് തേട്ടാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല, ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയാൽ മതി. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ ബ്രാക്കറ്റ് അടക്കം ചെയ്സുമെന്ന് വിട്ടു വന്നേക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ മെയിനായിട്ടുള്ള കേസ് എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിൽ നമ്മൾ ഊറ്റിയിട്ടിപ്പോൾ ആകെ എഞ്ചിനിലുള്ള ഓയിലാണ് ഇട്ടത്, ഒരു 50 മില്ലി പോലും ഇല്ല. അപ്പോൾ നിലവിൽ ഇപ്പോൾ എന്താ കയറ്റിയത് എന്തായാലും നന്നായി. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓയിൽ തീർന്ന് വണ്ടി എഞ്ചിൻ പിസ്റ്റം പിടിച്ച് നിന്നേനെ. ഇപ്പോഴത്തെ സിറ്റുവേഷനകത്തുണ്ടല്ലോ, വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ കോണ്ടങ്കോറ് മോഡൽ എഞ്ചിൻ ആയതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ വലിയ ചിലമ്പല കാര്യങ്ങളൊന്നും കാണിക്കില്ല. വണ്ടി സ്റ്റക്കായിട്ട് നിൽക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അതാണ് ആ എഞ്ചിൻ ഡിസൈനിൻ്റെ വ്യത്യാസം ഉള്ളത്. ഇപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിലില്ല. അപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് സൈലൻസറിക്കടെ നല്ല രീതിയിൽ വെള്ള കളറിൽ പുക വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഓയിൽ ലെവൽ കുറഞ്ഞ് കൊടുക്കുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി സ്ക്രാച്ച് വന്നിരിക്കുന്നുണ്ടാവും. പക്ഷേ ഓയിലില്ലാത്തത് കൊണ്ട് വരുന്ന സമയത്ത് വണ്ടിക്ക് പുകയുണ്ടാവില്ല. കാരണം ഓയിൽ കത്തിയാലാണ് പുക വരുള്ളൂ. ആ കത്താനുള്ള ഓയിൽ എഞ്ചിനിലില്ല. മൈന്യൂട്ടായിട്ട് കത്തിയാണ് ലെവൽ കുറഞ്ഞു പോയിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ഓയിലാണ്ട് ചെല്ലും. ഓയിൽ ചെല്ലുന്ന സമയത്ത് സ്ക്രാച്ചുള്ള വഴിക്ക് എഞ്ചിൻ ഹെഡിലേക്ക് ഓയിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അങ്ങനെ കൂടാണെന്നുണ്ടെങ്കിൽ സൈലൻസറിക്കടെ പുക വരും. പരമാവധി ഓയിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവും 99%. അത് അഴിച്ചു മാറ്റി കളഞ്ഞാലാണ് 100% പുകയുടെ പ്രോബ്ലം സോൾവ് ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇന്ന് പുക വന്നില്ലെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ പുകയുടെ പ്രശ്നം കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.97 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.7 വരെ വരുന്നുണ്ട്. നിലവിൽ വേറെ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്ലഗിനകത്ത് ശരിക്കും പറഞ്ഞാൽ കാർബൺ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. അതേപോലെ ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതേപോലെ കാലിപ്പർ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. പിന്നെ ഫോർക്കിൻ്റെ സൈഡ് ചെറിയൊരു ലീക്കേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോർക്ക് നെറ്റിൻ്റെ മുകളിലത്തെ നെറ്റിൻ്റെ ഓറിങ് പോയതാണ്. അപ്പോൾ അതൊന്നും തൽക്കാലം ഒന്ന് അഴിച്ച് മാറ്റിയിടാം. അതിങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽസിലെ കംപ്ലയിൻറ്റ് വരാനും ഫോർക്ക് പൈപ്പ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫോർക്ക് നെറ്റ് ഓറിങ് നമുക്ക് മാറ്റിയിട്ടേക്കാം കേട്ടോ. കാരണം മുകളിൽ നിന്നാണ് താഴേക്ക് ഓയിൽ ലീക്കായിട്ട് തന്നെ. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്തിട്ടേക്കാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റും ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ക്രാഷ് ഗാർഡിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇവിടെയൊക്കെ തുരുമ്പിട്ടിരിക്കുക. അത് കൈയോടെ ഞാൻ നോക്കിയിട്ട് റേറ്റ് നോക്കിയിട്ടൊന്ന് പറയാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വിട്ടിരിക്കുക. അതുണ്ട്, ഈ സൈഡൊക്കെ പോയിരിക്കാം കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം. നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.